ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4-5 പീസ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ആ ഒരു 4 വശം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 വശവും നമ്മൾ നന്നായിട്ട് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ ആദ്യം വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണീസ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിലേക്ക് കുറച്ചും കൂടെ മയോണീസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കന് ആദ്യം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തോളം മതി. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 2 കുക്കുംബർ വെച്ച് കൊടുക്കണം. അപ്പോൾ കുക്കുംബർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബ്രെഡിൽ കുറച്ചും കൂടെ മയോണീസ് ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിതാ ഈ ഒരു ചെറിയൊരു സൈസിലുള്ള ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷീറ്റ് ചീസ് വെച്ച് കൊടുക്കാം. ശേഷം 2 തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബ്രെഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിൽ മയോണീസ് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്